നമസ്കാരം. മനുഷ്യൻ എത്ര ലാഘവത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഇന്നലെ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ നേരം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ചിന്തകളുമില്ലാതെ നമ്മളിങ്ങനെ കുറേ നേരം വെറുതെ ഇരിക്കാൻ പറ്റുന്നവൻ, ഒരു സംഘർഷങ്ങളുമില്ലാതെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാം, ശ്വസിക്കാം. ആ ശ്വസിക്കുന്നത് പോലും അറിയാതിരിക്കാൻ പറ്റുന്നു നമുക്ക്. ഒരു മനുഷ്യൻ എത്ര സംഘർഷമുണ്ടെങ്കിലും നമുക്ക് നിശബ്ദനായിട്ട് നിശ്ചലനായിട്ട് ശ്വാസം മാത്രമായി എത്ര നേരമാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഒന്നും ചിന്തിക്കാനില്ലാത്ത അവസ്ഥ. നമ്മളെല്ലാവരും ഒരു 10 മിനിറ്റ് ഡെയിലി അങ്ങനെ ഇരുന്ന് നോക്കൂ. 10 മിനിറ്റ് ഒന്നും ചിന്തിക്കാനില്ല. ഒരു സംഘർഷം. കാറിൻ്റെ ലോണില്ല, ബാങ്കിൻ്റെ ലോണില്ല, വീടിൻ്റെ ലോണില്ല, കടബാധ്യതകളില്ല, ജോലിയുടെ പ്രശ്നമില്ല, ചുറ്റും സംഘർഷങ്ങളില്ല, ശത്രുക്കളില്ല, ഇതൊന്നുമില്ല. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരിക്കണം, ഒന്നും മിണ്ടരുത്. ശ്വസിക്കുന്നത് പോലും, ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും കുറച്ച് നേരം എങ്ങനെ ഇരിക്കും, വളരെ കുറച്ച് നേരമേ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചറെന്ന് പറയും, ഇതെന്താ സ്വാമി മിണ്ടാതിരിക്കുന്നത്? സ്വാമി വേണമെങ്കിൽ വിളിക്കും, സ്വാമി ഇപ്പോൾ പോയോ എന്ന് അറിഞ്ഞൂടാ, നമ്മളെ വേണമെങ്കിൽ പിടിച്ച് കൂലിക്കും, അയ്യോ എന്നൊക്കെ വിളിക്കും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. എപ്പോഴാണ് ടീച്ചറിൻ്റെ അയ്യോ സ്വാമി സമാധി വല്ലതും ആവോ, അയ്യോ സമാധി ആയോ എന്നൊക്കെ പറഞ്ഞ് 100 ചിന്തകൾ ഇങ്ങനെ പോയി നമ്മളെ കുലുക്കി ഉണർത്തി നമ്മൾ ആ മെഡിറ്റേഷൻ്റെ അത് അപ്പം കളയും. ടീച്ചർ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ നമ്മളിരിക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ തമാശയായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പം എന്നെ ഇടുക്കിയിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കണു. ഫോൺ എടുത്തു. സ്വാമി കാന്തൂർ സ്വാമിയല്ലേ? അതെ അതെ, ഞങ്ങളുടെ പട്ടി 2-3-4 മാസം മുമ്പ് പോയി. ഞാൻ ചോദിച്ചു, ആര് പോയി? പട്ടിയെ, ഞങ്ങളുടെ അവിടുത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തുള്ള ആ സ്ത്രീ ഞങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അവർ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞതാണോ, അല്ലെങ്കിൽ അത് ചത്തുപോയോ, ഇല്ലെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ അത് എവിടെയാണെന്ന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മനുഷ്യൻ കാണാതായിട്ട് പറ്റണില്ല. ഓ, അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നതിൻ്റെ കാര്യമില്ലേ ഉള്ളൂ അല്ലേ? പട്ടിക്ക് വിലയില്ല. അവരൊരു വിഷയം നമ്മളോട് ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ്. ഞാൻ പറഞ്ഞ പട്ടിക്ക് വിലയില്ലാതെയല്ല, നിങ്ങൾ ആ പട്ടിയെ വളർത്തി, നിങ്ങൾ ആ പട്ടിയെ ഭക്ഷണം കൊടുത്ത് വളർത്തുമ്പോൾ ആ പട്ടിയെ സുരക്ഷിതമായി അതിനെ നമ്മളെ കൂടെ നിർത്താനായിട്ടുള്ള മുൻകരുതലൂടെ എടുക്കണം അല്ലേ? അല്ലെങ്കിൽ പട്ടികൾ താൽക്കാലികം അതങ്ങ് പോകും. കുറേ കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ഈ ഒരുപാട് സ്നേഹിച്ച നായ്ക്കൾക്ക്, ഇപ്പോൾ ഞാൻ കാന്തല്ലൂരിൽ ഞാൻ ചെല്ലുമ്പോൾ കുറേ നായ്ക്കൾ വരും. അവർ എങ്ങനെ വരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഡോറിൻ്റെ അവിടെ കിടക്കും. അകത്ത് ഭക്ഷണം കൊടുത്താൽ അത് അകത്ത് കയറും, കഴിക്കും, പുറത്ത് പോയി കിടക്കും. ഈന്തിവിളയിൽ അങ്ങനെയല്ല. അതുങ്ങൾ എന്നെ ചുമന്ന എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ കരഞ്ഞും നിലവിളിച്ച്, അതിൻ്റെ ഒരു സ്നേഹപ്രകടനം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ സ്നേഹം നമുക്കിങ്ങോട്ട് തരുന്നത് തിരിച്ചപ്പം തന്നെ തരുവാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളത് സംരക്ഷിക്കാത്ത എന്താണ്? അങ്ങനെയാണ് ഞാൻ എന്താണോ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. ഇവിടെ മനുഷ്യനെ കാണാനില്ല, എന്നിട്ടാണോ നിങ്ങൾ നായെക്കുറിച്ച് പറയുന്നത്? നിങ്ങളത് സംരക്ഷിക്കേണ്ടതല്ലേ? അതെവിടെ പോയി ചിന്തിക്കാനല്ലേ? അവരുടെ ആ അർത്ഥം 4 മാസം മുമ്പ് അപ്പുറത്തെങ്ങാനും ആൾക്കാരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കൊന്നിട്ടുണ്ടാവുമോ, ശത്രുത തീർത്തിട്ടുണ്ടാവുമോ? വളരെ ലാഘവത്തോടു കൂടി ഒരു ഫോൺ വിളിച്ച്, കട്ടപ്പനയിൽ നിന്നാണ്, ഞങ്ങളെ പട്ടിയെ കാണാനില്ല, സ്വാമി ആ പട്ടി എവിടെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അപ്പുറത്ത് ശത്രുക്കളുണ്ടായിരുന്നു അവർ പിടിച്ചുകൊണ്ട് പോയി കൊന്നു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്താണ് ഇതിന് മറുപടി പറയാൻ പറ്റുന്നത്? ശരിയാണ്, വളർത്തു നായ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം വരും. പക്ഷേ അവർ കട്ടപ്പനയിൽ നിന്ന് ഈ തിരുവനന്തപുരത്തിരിക്കണ എന്നോട് വിളിച്ച് പറഞ്ഞാൽ, കട്ടപ്പനയെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത എനിക്ക് ഈ നായി ഏതെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടൻ്റെ അപ്പുറത്തൊരു പോമറേനിയൻ നായുണ്ട്. അത് രാവിലെ ഭീകര കുരയാണ്. നമ്മുടെ വിനീതിൻ്റെ വീട്ടിൽ, നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ്. അത് ചെറിയ പട്ടിക്കുട്ടിയായിട്ട് കൊണ്ടുവരുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നടക്കുമ്പോഴൊക്കെ നമ്മളെ കണ്ട ഭീകര കുരയാണ്. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് കുര കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അവ പറഞ്ഞു, പാമ്പ് ഭണമുയർത്തി നിന്നിട്ട് അതിൻ്റെ മുഖത്ത് കുത്തി. നല്ല പട്ടിയായിരുന്നു, അതിൻ്റെ മുഖത്ത് കുത്തി കൊടുത്തു. 2 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു, അവിടെ ഒരു കരിനാഗത്തിൻ്റെ ലക്ഷണമുണ്ട്, ഒരു കരിനാഗമുണ്ട്. അത് കൊത്തി കൊന്നു കളഞ്ഞു ആ പട്ടിക്കുഞ്ഞ്. നല്ല കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഇതാണ്ടായിരുന്നു. അതിൻ്റെ ബഹളം 2-3 ദിവസമായിട്ടില്ല. നായ്ക്കൾക്ക് അപ്പോൾ ഒരുപാട് മനുഷ്യനേക്കാൾ ചിന്താശക്തിയും മനുഷ്യനേക്കാൾ ഒരാളെ ഒറ്റ പ്രാവശ്യം കണ്ടാൽ അതും അതിൻ്റെ മസ്തിഷ്കത്തിന് ഇന്നയാളെ ഇന്ന തവണത്ത് കണ്ടു എന്ന് ബോധ്യമുള്ളതാണ് നായ്ക്കൾ. വളരെ നമ്മൾ ഈ നിസ്സാരമായിട്ട് കളയുന്നതല്ലേ. ഇന്നൊക്കെ ഒരുപാട്
നായ്ക്കളും പല വിദേശത്തു നിന്നൊക്കെ ഒരുപാട് നായ്ക്കൾ നമ്മളിവിടെ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്നേഹമുള്ള വീട്ടിനകത്ത് വളർത്തുന്നതൊക്കെ ഉണ്ട്. പക്ഷേ നാടൻ നായ്ക്കളുണ്ടല്ലോ, അതിനൊരു ദൈവികമായ ഒരു അനുഗ്രഹമുണ്ട്. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കിടക്കുന്ന ചില നായ്ക്കളുണ്ട് ക്ഷേത്രത്തിനകത്ത്. അത് ചില സമയമാകുമ്പോഴത്തേക്ക് ആ ദീപാരാധന മുഴങ്ങുന്ന മണിമുഴക്കമൊക്കെ കേൾക്കുമ്പോൾ ചില നായ്ക്കൾ ചാടി എഴുന്നേറ്റ് നിൽക്കും. ക്ഷേത്ര പരിസരത്ത് കിടക്കുന്ന നായ്ക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ ക്ഷേത്രബന്ധം ഈ നായ്ക്കൾക്കൊക്കെ തന്നെ, ഈ ഭൈരവന്മാർക്കൊക്കെ തന്നെ ഇതിൻ്റെ എല്ലാവർക്കും ഉണ്ടല്ലോ പൂർവ്വജന്മം. എന്തുകൊണ്ടാണ് ഈ നാൽക്കാലി ഈ ക്ഷേത്ര സംവിധാനത്തിൽ കാവലായി കിടക്കുന്നത്? വളരെ വളരെ നമ്മൾ ഗഹനമായി ചിന്തിച്ചാൽ ഇതൊന്നും നിസ്സാരമായിട്ട് കളയേണ്ടതല്ല. ഒരു അവധൂതനെ കുറിച്ചിട്ടൊരു കഥയുണ്ട്. ഒരു അവധൂതൻ, അദ്ദേഹം ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒറീസക്കാരനാണ്. വണ്ടിയിൽ എങ്ങനെയോ ഒരു ലോറിയിൽ കയറി വന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആൾക്കാരെല്ലാം കൂടെ എടുത്ത് ഇയാളെ വെളിക്കളഞ്ഞു. ഇദ്ദേഹത്തിനെ വെളിക്കളഞ്ഞിട്ട് ഇദ്ദേഹം പോയിട്ട് ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ ഇരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ഭാവമുള്ള മനുഷ്യനാണ്. ഇരുന്നപ്പോൾ മോഷ്ടാവണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഇദ്ദേഹത്തിനെ മർദ്ദിച്ച് അവിടുന്ന് ഓടിച്ചു. പിറ്റേ ദിവസം രാവിലെ പൂജാരി അവിടുത്തെ ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോൾ ആ വിഗ്രഹത്തിലൊരു പാമ്പ്. എന്നാൽ നാഗം അകത്ത് കയറാനുള്ള ഒരു അവസ്ഥയുമില്ല. ഇതോടൻ പ്രശ്നം വെച്ചപ്പോൾ ഈ വന്ന ആള് ഈ ലോറി നേരത്തെ കളഞ്ഞിട്ട് അവിടെ ഓടിച്ച് വിട്ട ആള് ഒരു അവധൂത ലക്ഷണമുള്ള ആളാണ്. വലിയ ഭക്തനാണ്, ഭയങ്കരമായ അവധൂത ഭക്തനല്ല. അതിൻ്റെ ഈ അവധൂത ലക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അങ്ങനെ അവിടെ ഉള്ള ഒരാൾ അവിടെ ഒരു വീട് കൊടുത്തു, റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തൊരു വീട്. ആ വീട്ടിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്ക് കിടക്കുമ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങും. എല്ലാം ഉണ്ട കണ്ണുകളും വെളുപ്പും. ഒരു 10-15 വർഷമായിട്ട് ഒറ്റ ഇരിപ്പാണ്. എപ്പോഴാണ് എഴുന്നേറ്റ് പുറത്തോട്ട് പോകണമെന്നൊന്നും അറിയില്ല. അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. അച്ചാറ് കൊണ്ടുവയ്ക്കും. അച്ചാരസ്വാമി എന്നാണ് പേത്രത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഏകാന്തമായി അലഞ്ഞു നടക്കുന്നൊരു കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് പലപ്പോഴായി ഇരുന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് വന്നിരിക്കും സിദ്ധിയൊന്നും കിട്ടാനായിട്ട്. നമുക്ക് സിദ്ധിയൊന്നും കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാറ് കൊണ്ട് കൊടുക്കും ആൾക്കാർ. അച്ചാറ് എപ്പോഴാണ് കഴിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അച്ചാറ് തീരും എന്നാണ് പറയുന്നത്. അവിടെ ഈ ഒരുപാട് നായ്ക്കൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പല ഭാഗത്തായിട്ട് കിടക്കും, കണ്ടിട്ടുണ്ട്. അതിന് ഈ ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഒരു പ്രത്യേക ടൈപ്പിലുള്ളതാണ്. അവർക്ക് ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് കിടക്കും. ഈ അടുത്ത കാലത്ത് 3-4 വർഷമായി അദ്ദേഹം സമാധിയായിട്ട്. ഒരുപാട് നമ്മുടെ ഈ നായ്ക്കളെക്കുറിച്ച് നമ്മൾ നിസ്സാരമായിട്ട് കാണുകയേ ചെയ്യരുത്. കാരണം ഏറ്റവും വലിയ അപകടങ്ങൾ മുമ്പിൽ കാണുന്ന ഒരു നായ് വർഗത്തിലുള്ളത് ഭൈരവനാണ് ഞങ്ങൾ ഉപാസകർ പറയുന്നത്. അതുകൊണ്ട് നായ് വീട്ടിലെ ഇപ്പോൾ ഞാൻ ഒരു ബീഗിൾ ഒരെണ്ണം ഞാൻ മേടിച്ചു. അമേരിക്കയിലുള്ള നമ്മുടെ പിള്ളേരെ എനിക്ക് മേടിച്ചെന്നാണ്. ടീച്ചർ അതിനെ പൊടിയും മൂക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. അവരത് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ കണ്ടു ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മളൊരു വീട്ടിൽ ഒരു പശുക്കളെ വളർത്താം. നമ്മുടെ പശുക്കളെ ഇതിനൊക്കെ വേണ്ടി സമയം മാറ്റി വയ്ക്കണം. ഒരു നാൽക്കാലി, ഒരു നല്ലൊരു ഭൈരവൻ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജി, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരുപാട് നെഗറ്റീവിനെ എടുത്തു കളയും. അപ്പം വീട്ടിൽ ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നായെ വളർത്തുന്നത്, ഒരു ഭൈരവനെ വളർത്തുന്നത് വളരെ നല്ലതാണ്. ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ചിലരിപ്പോൾ കുട്ടികളെയൊക്കെ പ്രസവിച്ച് 10,000 രൂപയ്ക്ക് വിൽക്കാനൊക്കെ പറ്റും. പക്ഷെ നല്ല നാടൻ നായ്ക്കളുടെ നമ്മുടെ ഒരു പയ്യൻ, നമ്മുടെ സേതു എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. അവനൊരു നായ ഉണ്ടാക്കി, ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവൻ എനിക്ക് തന്നു. ഞാനത് വീട്ടിൽ കൊണ്ട് തുടലൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഒറിജിനലിൽ വയ്ക്കാൻ പറ്റില്ല. ടീച്ചർ ചുമ പനി എന്നൊക്കെ പറയും, അതിന് അലർജി ആണെന്നൊക്കെ പറയും. അതുകൊണ്ട് ഇതൊക്കെ ഒരു പൂച്ച റോഡിൽ കൂടെ പോയ ഒരു പൂച്ചയാണ്. അത് രാവിലെ വരും, അത് ഇരുന്ന സ്ഥലത്ത് പോയിരിക്കും, അതിന് ഭക്ഷണം കൊടുക്കും, അത് അതുപോലെ ഇറങ്ങിപ്പോകും. നമ്മളെ സംസാരിക്കുന്നത് എന്താണെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൂച്ചയാണ്. അതുകൊണ്ട് നമ്മൾ വീടുകളിൽ നെഗറ്റീവ് പോകാനായിട്ട്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ ഒബ്സർവ് ചെയ്യുന്നത്, നെഗറ്റീവിനെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. തലേ ദിവസം അസ്വസ്ഥമായിട്ടൊക്കെ നായ്ക്കൾ നടക്കുകയും ഒരു രാത്രികളൊരു അസമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ മോങ്ങി കരയുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു 3 കിലോമീറ്ററിനകത്ത് കാലൻ്റെ സഞ്ചാരം ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ഒരുപാട്, ഞാനിത് ചുമ്മാ പറയുന്നതല്ല. ഇന്ന സ്ഥലത്ത് നായ് മോങ്ങിക്കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് ഇന്ന ഭാഗത്ത് ഇന്ന സമയത്ത് ഈ നായ് ഇങ്ങനെ മോങ്ങലോടുകൂടി മോങ്ങിക്കരഞ്ഞാൽ അതിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്ന സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും.
നായ വളർത്തണം നമ്മൾ. ഈ പോമറേനിയൻ നായ എല്ലാ നായ്ക്കൾക്കും അവരുടെ സ്നേഹപ്രകടനം മാത്രമല്ല നെഗറ്റീവ്. നാടൻ നായ്ക്കളാണ് ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് ഒബ്സർവ് ചെയ്യും. മരണത്തെ പോലും ഒരാൾ മരിക്കാൻ പോവുകയാണെങ്കിൽ, ഒരാൾ രോഗാവസ്ഥയിൽ ഒരാൾ അപകടം പോകുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, സ്വാമി ഞാൻ പറ്റി നിങ്ങളുടെ വീട്ടിൽ എന്ത് പറ്റി? സാർ വണ്ടി ഒന്ന് ആക്സിഡൻ്റായി. അപ്പോൾ എന്നിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു സ്വാമി. അതെന്താ? ഞാൻ 5 മിനിറ്റ് കൂടെ തെറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇല്ലാതായി പോയേനെ. എന്താ 5 മിനിറ്റ് ലേറ്റാവാൻ കാരണം? വീട്ടിൽ നായ്ക്കൾ വല്ലതും ഉണ്ടായിരുന്നപ്പോൾ. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാൻ വീട്ടിൽ മകളൊരു നായനെ എവിടുന്ന് എടുത്തുകൊണ്ട് വന്നു. നായ്ക്കളെ ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് അതിന് പാല് കൊടുക്കുകയും അതിന് പിന്നെ ഭക്ഷണം കൊടുക്കുകയും അതിനെ ഓമനിച്ച് വളർത്തുകയും വീട്ടിൽ അവളെ മുറിക്കാത്തതിനെ ഇട്ട് വളർത്തുകയും ഇതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ കൊണ്ട് എനിക്ക് അവളെ ഞാൻ 24 മണിക്കൂർ ഇതിനെതിരാണ്. പക്ഷെ അവളെ നായ്ക്കളെ കൊണ്ടുവന്ന് റോഡിൽ കിടക്കുന്ന എല്ലാ നായ്ക്കളെയും പറയിക്കൊണ്ട് വന്നിട്ട് അതിനെല്ലാം പോറ്റുകയാണ് അവളെ ജോലി. പഠിക്കുകയൊക്കെ ചെയ്യും, നല്ല മിടിക്കായിട്ട് പഠിക്കുകയാണ്. വിവാഹമൊന്നും വേണ്ട, പക്ഷെ നായ്ക്കളെ വളർത്തും. അതിൽ ഒരു നായൻ ഇയാളെ വന്നിട്ട് കാലിലും കണ്ട് നക്കം കണ്ട് ചെയ്തപ്പോൾ ഇയാൾ കാല് കൊണ്ട് കോരി എറിഞ്ഞു. ഇത് പോയി ചോരി തട്ടിയിട്ട് വീട് പോയി. അന്ന് രാത്രി മുതൽ ഈ പെൺകുട്ടി ഭക്ഷണവും കഴിച്ചില്ല. ഇവൾക്ക് അതിനെ മൃഗ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അതിനെ ട്രീറ്റ് ചെയ്യണു. ഈ അച്ഛനുമായിട്ട് ഇവളങ്ങനെ തെറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ആയി. പറഞ്ഞു അച്ഛൻ ഇതിൻ്റെ ഫലം അനുഭവിക്കും കേട്ടാ എന്നും കണ്ടു പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പിന്നീട് ഭയമായി തുടങ്ങി. കാരണം ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല നായ്ക്കളെ. ഇദ്ദേഹം പറയുന്നത് ഈ അപകടം നടക്കുന്നതിന് മുമ്പ്, അപകടം നടക്കുമ്പോൾ ഈ അദ്ദേഹം ഭാര്യയും കൂടെ ഇറങ്ങാൻ നേരുന്ന സമയത്ത് ഈ ചെറിയ കാല് കൊണ്ട് എടുത്തെറിഞ്ഞ നായ്ക്കുട്ടി പോയിട്ട് ഇയാളെ മുണ്ടിലിങ്ങനെ കടിച്ചു പിടിച്ചു. അപ്പോൾ ചോദിച്ചു, ഇത് എൻ്റെ മുണ്ട് വലിച്ച് കീറാനെന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുത്ത് ദൂരത്തെറിയാൻ നിലത്തടിക്കാൻ തോന്നിയെങ്കിലും ഈ മകൾക്ക് നായുമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് പുള്ളിക്ക് അതിന് പറ്റിയില്ല. പുള്ളിക്ക് അതിന് മനസ്സനുവദിച്ചില്ല. അന്ന് ആ നായ്ക്കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച സമയം, എന്നിട്ട് ഇയാൾ ആ കസേരയിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. ഇത് വിട്ട് ഓടിപ്പെട്ട ആ സമയം കഴിയുമ്പോൾ അതിന് മനസ്സിലാവും അത് പിടിവിട്ട് പോയപ്പോഴാണ് ഇദ്ദേഹം ഇറങ്ങിയത്. അതേസമയം 5 മിനിറ്റ് മുമ്പ് ആ നായി ഇദ്ദേഹത്തിൻ്റെ മുണ്ടിൽ കടിച്ച് 5 മിനിറ്റ് ഇദ്ദേഹത്തിന് ലേറ്റ് ആക്കിയില്ലെങ്കിൽ എത്ര സമയമാണോ അത്രയും മോശമാക്കിയില്ല ആ സമയം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ആയിരുന്നെങ്കിൽ വരാൻ പോകുന്ന അപകടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കുന്നു പുള്ളി എന്നോട് പറഞ്ഞു. എന്താണ് സ്വാമി അതിൻ്റെ കാരണം? അതിന് വേണ്ടിയിട്ടാണ്, ഇത് അറിയാൻ വേണ്ടി മാത്രം വന്നത്. അപ്പോഴാണ് ഞാൻ ഈ നായ്ക്കളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ പോലീസ് നായെ കണ്ടിട്ടില്ലേ? ഒരാൾ അവൻ്റെ രോമം കിട്ടിയാൽ മതി, ആ രോമത്തെ ഒന്ന് മണത്തുകൊണ്ട് പിന്തുടർന്ന് പോയി അതിനെ കണ്ടുപിടിക്കും. അതിനൊരു പരിശീലനം വേണ്ട. അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നായ്ക്കളുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഡാഷ് വർഗത്തിൽപ്പെട്ടവരുണ്ട്, ഡാഷ് ചെവിയാക്കി ഇങ്ങനെ കിടക്കും, അതിൽ നീളത്തിൽ വളരുന്നു. അതോ നായ്ക്കളിൽ ഭയങ്കര സ്നേഹമുള്ളതാണ്. അവിടെ നാടൻ നായ്ക്കളാണെങ്കിലും ഒരെണ്ണത്തിനെ നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൊര തൊട്ടപ്പുറത്തുള്ളവർക്കെല്ലാം അസഹനീയമാവും. അങ്ങനെ ഒരു കഥയുണ്ട്. ഒരാളെൻ്റെ അടുത്ത് വന്നതാണ്, സ്വാമി വളരെ പ്രശ്നമില്ലാതെ ഒരു നായ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? എനിക്ക് എന്താണ് കാരണം? അത് ഞങ്ങളുടെ ഫ്ലാറ്റിലാണ്, അതിന് തൊട്ടപ്പുറത്ത് 2 നായ്ക്കളുണ്ട്. ഇത് രാവിലെ മുതൽ ബഹളമാണ് സ്വാമി, എനിക്ക് ഒരു കോൺസെൻട്രേഷനും കിട്ടണില്ല, എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം പരാതി കൊടുത്തു. പിന്നെ എസൻസ് അസോസിയേഷനിലൊക്കെ പരാതി കൊടുത്തു. പക്ഷെ ഒരു രക്ഷയില്ല. ഇതിനെ എങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ മെനാകാ ഗാന്ധിയുടെ മറ്റേ ഫോർമുലയായിട്ടൊക്കെ വന്നു, ഇതിനെ പട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് ഇതിനങ്ങ് 2 എണ്ണത്തിനെ അങ്ങ് ഇല്ലാതാക്കാൻ, ഇല്ലെങ്കിൽ എവിടോട്ടെങ്കിലും ഓടിപ്പോകാൻ മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിതിൻ്റെ മഹത്വം ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വയൽ ഭാഗത്ത്, പണ്ട് കാലത്താണ് വയലുള്ള ഭാഗത്ത് ഒരു തുറുവൊക്കെ നിൽക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അമ്മയുടെ വീടാണ്. അവിടെയാണ്. ഞാൻ പറഞ്ഞു, അതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പം ഒരു മല പോലുള്ള ഒരു സ്ഥലമാണ്. അത് നിങ്ങളുടെ വീടല്ലേ? അതെ. അവിടെ നിങ്ങളെ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഇന്നത് വല്ലതും ആണോ? അപ്പോൾ ഞാൻ പേരെന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പേരെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അദ്ദേഹത്തിനോടൊരു നായ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിനെന്ത് പറ്റി? അത് പേ പിടിച്ച് ചത്തു. ഞാൻ പറഞ്ഞു, ചത്തോ? അത് ആ പേ പിടിച്ച നായ നിങ്ങൾ എന്ത് ചെയ്ത്? പേ പിടിച്ച് അതിനെ എങ്ങനെ വെട്ടികൾ വന്ന് കടിച്ചപ്പോൾ അതിനെ അവസാനം ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്നിട്ട് കുഴിച്ചിടുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ സംഭവിച്ചതൊക്കെ ഇതൊക്കെയല്ലേ? ആ പേ പിടിച്ച നായ എങ്ങനെ പേ വന്ന് നിങ്ങൾക്ക് അറിയാമോ? എവിടുന്നോ പേ പിടിച്ച് വന്ന നായ നിങ്ങളുടെ മാതാവ് സന്ധ്യയ്ക്ക് മാതാവ് അമ്മൂമ്മയെ മുത്തശ്ശി ഇരുന്ന് കുളിക്കുന്ന സ്ഥലമുണ്ട് ആ വീടിൻ്റെ ഒരു ഭാഗത്ത്. ആ കുളിക്കാൻ നേരത്തെ ആ പേ പിടിച്ച് വന്ന നായ അതിനെ കടിക്കാൻ പോകുമ്പോൾ ആ നായ അറ്റാക്ക് ചെയ്തതിലാണ് അതിന് പേ വന്നത്. നിങ്ങളുടെ അമ്മൂമ്മയെ കടിച്ച്
അമ്മുമ്മയ്ക്ക് പേയ് വന്നാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് പ്രേത ദുരിതമായി നിൽക്കും. ഈ നായ്ക്കുട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ നായി അതിനെ നിങ്ങൾ ശുദ്ധി ചെയ്തില്ലെങ്കിൽ, പ്രേതശുദ്ധി ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്നത് വളരെ വളരെ ദോഷകരമായ കാര്യമാണ്. അത് നിങ്ങൾ അപ്പോൾ അതിനെ കൊന്നിട്ട് എവിടെ കുഴിച്ചിട്ടു? അതിനെ കുഴിച്ചിട്ട കാര്യം പറഞ്ഞു. ഇപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ശാന്തിവിള ദിനേശിൻ്റെ ഒരു വീഡിയോ എന്നെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ട്. അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കാതിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു നായെ കുഴിച്ചിട്ട് മനുഷ്യനെ അടക്കുന്ന പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്നൊരു നായെ അടക്കിയ ഒരു കഥ പറയും. അതുകൊണ്ട് നായ്ക്കളെ നമ്മൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നോക്കണം. ഈ വളരെ ഈസി ആയിട്ട് റോഡിൽ പോകുമ്പോൾ തല്ലിക്കൊന്ന് അടിച്ചു കൊല്ലുന്നതിൻ്റെയൊക്കെ കഥ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് കുരയ്ക്കുമ്പോൾ അടിച്ചു കൊന്നിട്ട് അവസാനം എങ്ങനെയാണോ നായയെ അടിച്ചു തല തല്ലി പൊട്ടിച്ചത് അതേപോലെ തല പിളർന്ന് മരിച്ചവരുണ്ട്. എനിക്ക് ഭയമാണ് ഈ ഭൈരവൻ. അത് വാഹനമാണത്. അത് ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള നായ്ക്കളാണത്. എല്ലാമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മൾ നിസ്സാരമായിട്ട് ഈ നായ്ക്കളുടെ കാര്യം എടുത്ത് കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അത് ഭീകരമായി കുരയ്ക്കുന്നൊരു നായാണ്. എല്ലാവരും കണ്ടാലും ചാടി വീണ് അതിന് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അത് ഞാനും ടീച്ചറോട് അകത്തോട്ട് കയറിയപ്പോൾ അതിങ്ങനെ ചാടി വന്നിട്ട് അതങ്ങ് ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റിയെന്ന്. നമ്മളുടെ ഭയഭക്തി ബഹുമാനത്തിലുള്ള ചുവപ്പ് കണ്ടാൽ അതിരിക്കും. അതങ്ങനെയാണ്. അതെത്ര ചാടിക്കൊണ്ട് അപ്പം അതിനൊരു കാരണമുണ്ട്. നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ നായെ ചുവപ്പ് കണ്ടാൽ ഇരിക്കുന്നത് എന്ന് ഞാനൊരു ശ്രമം നടത്തി നോക്കി. അപ്പോൾ നായയുടെ പൂർവ്വജന്മം എടുക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ പൂർവ്വജന്മം കണ്ടെത്താൻ പറ്റും. ചുമപ്പ് ഈ അഗ്നി തീ പിടിച്ച അപ്പോഴാണ് പറയുന്നത് ഈ നായ്ക്കുട്ടിയെ കൊണ്ടുവന്നത് അവരുടെ ഒരു സുഹൃത്ത് കൊടുത്തതാണ്. ആ സുഹൃത്തിൻ്റെ അവിടെ വീട് തീ പിടിച്ചപ്പോൾ ഈ ചെറിയ കുട്ടിയായിരുന്നു. ആരോ തീയിൽ ചാടി ഒരു ചുവന്ന തുണിയിൽ ഇതിനെ പൊതിഞ്ഞെടുത്തുകൊണ്ട് തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ ചെറിയ നായ്ക്കുട്ടി ചുമന്ന തുണിയിൽ പൊതിഞ്ഞെടുത്താണ് രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് ആ തുണിയിൽ തന്നെ ഇത് വളരെ കാലം കിടന്നുറങ്ങി. അവസാന കാലം എന്ന് പറഞ്ഞാൽ ഇത് വളരുന്ന കാലം വരെ ഈ ചുമന്ന തുണിയിലേ അത് കിടക്കുകയുള്ളൂ. തറയിൽ വേറെ തുണി ഇട്ടുകൊടുത്ത് കിടക്കില്ല. ഈ ചുമന്ന തുണി വലിച്ച് അവിടെ കൊണ്ടിട്ട് അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങും അല്ലേ. അപ്പോൾ ചുമപ്പ് കാണുമ്പോൾ തന്നെ അഗ്നിയിൽ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാണ് ഈ നിറം. ഇല്ലെങ്കിൽ നമ്മളെ കടിച്ച് കീറി കൊന്നേനെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. നായ്ക്കൾ നിസ്സാരമായിട്ട് കളയുന്ന വല്ല കുറുത്ത മുഖമൊക്കെ ഉള്ളത് നമ്മളെ കഴിച്ച് തിന്നാൻ വരും. ഈ അടുത്ത കാലം ഞാൻ വർക്കല ഒരു വീട്ടിൽ പോയിരുന്നു. ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ, സിനി ടീച്ചറിൻ്റെ വീട്ടിൽ. അവിടെ നോക്കുമ്പോൾ അവിടെ ഭീകരനൊരു നായി. അത് ഞാൻ എത്ര അടുത്ത് ചെന്നിട്ടും നമ്മളെ അത് കിട്ടിയാൽ ബാക്കി കാണൂല. പിന്നെ DNA പറയാൻ ആളെ കാണാത്ത അവസ്ഥയിലേക്ക് മാറും. നായ്ക്കൾ ഒരേ സമയം തന്നെ മനുഷ്യനായിട്ടും ദൈവാവതാരങ്ങളായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ അറിയപ്പെടും. ഒരു നായ വീട്ടിലൊരു മരണം നടക്കുകയാണെങ്കിൽ അത് 2 ദിവസം മുമ്പ് ആ നായ വളർത്തുന്ന വീട്ടിലെ ആൾക്കാരെ ആയിട്ട് അത് പെരുമാറുന്ന രീതിയുണ്ട്. ഇത് ഭക്ഷണം കഴിക്കില്ല, ഒരു നേരം ഇത് ആഹാരം കഴിക്കില്ല. പിന്നെ ഇത് സാധാരണഘട്ടത്തിൽ നിന്ന് മാറി കിടക്കും. എനിക്ക് ഇപ്പോൾ നമ്മളെ ഇന്ത്യവിള ഞാൻ വെമ്പായി നടക്കുമ്പോൾ ഒരു നായുണ്ട്. അവൻ ആൺ നായാണ്. അവൻ്റെ കൂടെയാണെങ്കിൽ കുറേ പെൺനായ്ക്കളും നടപ്പുണ്ട്. അവൻ നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് പ്രകടിപ്പിക്കും. പ്രത്യേക തരത്തിലുള്ളൊരു ശബ്ദം. ഞാനതെന്താണെന്ന് ചിന്തിക്കാം. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയണത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഇങ്ങനെ അവൻ്റെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നാണ്. എല്ലാവർക്കും അറിയാതെ എന്താണ് പറയുന്നത്, അതിൻ്റെ ഭാഷ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അത് മുമ്പിൽ കാണുന്നതാണോ? ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ എവിടുന്നോ ഓടി വന്നു. ഞാൻ 2 ദിവസം 3 ദിവസം കാണാനില്ലായിരുന്നു. ഇന്ന് എന്നെ കണ്ട് ഇവിടുന്ന് ഓടി വന്നിട്ട് അവൻ ആ ഒരേ ടോണിൽ നമ്മുടെ അടുത്ത് ആ ശബ്ദം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നായ്ക്കളെ നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമുള്ള ഒരു നാൽക്കാലിയായിട്ട് തന്നെ കാണണം. ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് അപ്പോൾ വന്നു ചേരുന്ന മഹാദുരന്തങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ മോചിപ്പിക്കാൻ, അവനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നായ്ക്കൾക്ക് അതിഭീകരമായൊരു പങ്കുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ, ഒരുപാട് ഉദാഹരണങ്ങൾ. എനിക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നത്, അതുകൊണ്ട് നായ്ക്കളെ ഉപദ്രവിക്കരുത്, നാഗങ്ങളെയും ഉപദ്രവിക്കരുത്. നാഗം നിങ്ങളെ ഒന്നും ചെയ്യില്ല. നായ്ക്കളും നായ്ക്കളെ നമ്മൾ ഭീതിപ്പെടുത്തിയാൽ മാത്രമേ അത് അറ്റാക്ക് ചെയ്യുള്ളൂ.
എന്ന് വിചാരിച്ചിട്ട് എല്ലാ നായ്ക്കളുടെ മുമ്പിൽ ചെന്ന് തൊടുകൊണ്ട് അത് ചാടി വീണ് കഴിക്കും. ഒരു ശ്രദ്ധ ആവശ്യമാണ്. നായ്ക്കളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഉപദ്രവത്തോടുകൂടി അടിച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തലമുറയ്ക്ക് ആ നായയുടെ ദോഷദുരിതങ്ങൾ, ആ നായയുടെ ദീനരോദനം, ആ രോദനത്തിൻ്റെ ദുരിതങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് നായ്ക്കളെ നമ്മൾ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇന്ന് പേ പിടിച്ച നായ്ക്കളെ പേപ്പട്ടിയെ കൊല്ലുന്ന പോലെയൊക്കെ പേ പിടിച്ച നായ്ക്കൾക്കൊക്കെ അതിൻ്റേതായ ആരോഗ്യപരമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നടത്തി അതിനെ നമ്മളിൽ ഒരാളായിട്ട് വളർത്തിയെടുത്താലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നും ഒരുപാട് മരണഭയങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റാൻ പറ്റുമെന്നും മഹാദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സാമ്പത്തികം, മനസ്സ്, ശരീരം, കർമ്മം ഇതിലെല്ലാം തന്നെ ഇതിനൊരു വല്ലാത്ത സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.